ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം 4-ാം ഞായറിലേക്ക് പ്രവേശിക്കുമ്പോൾ നോമ്പ് കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് പകുതി എന്നോണം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ ദിവസങ്ങളിലെ അല്ലെങ്കിൽ നോമ്പ് കാലഘട്ടത്തിലെ സുവിശേഷ വായനകളെല്ലാം തന്നെ മാനസാന്തരത്തിൻ്റെയും വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിൻ്റെയും സ്വർഗത്തെ ലക്ഷ്യമാക്കി എങ്ങനെ നാം മുന്നേറണം എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സുവിശേഷ ഭാഗങ്ങൾ തിരുസഭ നമുക്ക് വിചിന്തനായിട്ട് നൽകിയിരിക്കുകയായിരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വ്യഭിചാരം ചെയ്യരുത്, വിവാഹമോചനം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി കർത്താവ് ഈശോ മിശിഹാ നമുക്ക് നൽകിയിരിക്കുന്ന വിചിന്തന ഭാഗങ്ങളാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം അധ്യായത്തിലും നിയമാവർത്തനം 5:18 വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാക്കി മോശയുടെ കൽപ്പനകളെല്ലാം നൽകിക്കൊണ്ട് ആ ഒരു കൽപ്പന നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ബാഹ്യമായ എല്ലാ ആസ്പദമാക്കി നൽകിയിട്ടുള്ള ആ കൽപ്പനകളെയെല്ലാം കർത്താവ് ഈശോ മിശിഹാ നമ്മുടെ ഈ സുവിശേഷം അനുസരിച്ച് ആന്തരികമായ ഒരു മാനം കൂടി നൽകുകയാണ്. അതുകൊണ്ടാണ് ആധ്യാത്മിക പിതാക്കന്മാർ 2 ശത്രുക്കൾ ഒരു മനുഷ്യന് ഉണ്ടാകും എന്നാണ് പറയുക. ഒന്ന് ബാഹ്യമായ ശത്രു, ഒന്ന് ആന്തരികമായ ശത്രുക്കൾ. ബാഹ്യമായ ശത്രുക്കൾ എന്ന് പറയുന്നത് ലോകവും പിശാചും എന്നിവയാണ് പറയുക. ആന്തരികമായ ശത്രുക്കൾ അത് അഹങ്കാരം, സുഖേച്ഛ, കണ്ണുകളുടെ ദുരാശ എന്നിവയെ 3ആയിട്ട് തരംതിരിക്കുന്നു. സുഖേച്ഛയുടെയും കണ്ണുകളുടെ ദുരാശകളുടെയും ആ ഭാഗത്തു നിന്നാണ് ജഡികാസക്തിയും മറ്റ് വ്യഭിചാര മോഹങ്ങളുമെല്ലാം ആസക്തികളുമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെ എന്നാണ് ആധ്യാത്മിക പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുക. സ്നേഹം നിറഞ്ഞവരെ, കൂടാതെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മനുഷ്യനായിട്ട് അവതരിക്കുകയും അവൻ നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് മനുഷ്യനെ അവനോളം വലുതാക്കി മാറ്റി എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവന് മൂല്യം നൽകുന്നതും അവൻ്റെ ജീവൻ്റെ പ്രാധാന്യം നൽകുന്നതും ശരീരത്തിനും ആത്മാവിനുമെല്ലാം വളരെയധികം ഉന്നമനം നൽകുന്നതുമായിട്ടുള്ള കാര്യം എന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും എത്രമാത്രം വിശുദ്ധിയോടെ കാത്തു പാലിക്കണം എന്ന് നമ്മൾ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലും കർത്താവ് ഈശോ മിശിഹാ കാണിച്ചു തന്ന വലിയ മാതൃകയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വയ്ക്കുക. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കർത്താവ് ഈശോ മിശിഹായുമായിട്ട് കൂടുതലായിട്ട് നമ്മൾ സംയോജിക്കേണ്ടത്. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിൽ എപ്രകാരമാണ് കർത്താവ് ഈശോ മിശിഹായുമായിട്ട് ഒരു ആധ്യാത്മിക മനുഷ്യൻ പ്രാപ്തി പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളുമായി ഏകശരീരമായി തീരുകയും എന്നതും, എന്നാൽ കർത്താവുമായി സംയോജിക്കുന്നവൻ ഏക ആത്മാവായി സംയോജിക്കുന്നു എന്നുള്ളതും പിന്നീട് പറഞ്ഞു വയ്ക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ ശരീരത്തിൽ നമ്മുടെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2338 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും സകല കഴിവുകളുടെയും എല്ലാം സംരക്ഷണം ഇരിക്കുന്നത് അതിൻ്റെ ശുദ്ധത കാത്തു പാലിക്കുന്നതിലാണ്, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധത കാത്തു പാലിക്കുന്നതിലാണ് എന്നതും, വ്യക്തിയുടെ സമഗ്രത അടങ്ങിയിരിക്കുന്നത് വിശുദ്ധി കാത്തു പാലിക്കുന്നതിലും, അതായത് ശുദ്ധത കാത്തുപാലിക്കുന്നതിലുമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവിനോടുകൂടെ ഉപവസിക്കുന്നതിന്, അവൻ്റെ കൂടെ വസിക്കുന്നതിന് വിശുദ്ധി എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ് ഈ നോമ്പ് കാലഘട്ടത്തിലെ ഈ വായന നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധി കാത്തു പാലിച്ചുകൊണ്ട് കർത്താവുമായിട്ട് സംയോജിക്കാൻ തക്ക വിധം നോമ്പ് കാലത്തെയും ബാക്കിയുള്ള ദിനങ്ങളിലെല്ലാം തമ്പുരാനുമായിട്ട് കൂടുതലായിട്ട് ഒന്നു ചേർന്ന് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട്, സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. എല്ലാവർക്കും നോമ്പ് കാലത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.